മാവറിക് 440 വന്നിട്ടില്ലാത്തതും ഇത് തന്നെയാണ്. ബ്രൈറ്റ് അടിക്കാനായിട്ട് ജസ്റ്റ് ഇതങ്ങ് മുന്നോട്ട് തള്ളി കൊടുക്കുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഡിമ്മ്. ഫോർത്തിലൊക്കെ ഇട്ടാണ് കയറുന്നതെങ്കിൽ ഇത് കണ്ടില്ലേ, ഈ വണ്ടിയുടെ മൈലേജ് കമ്പനി അവകാശപ്പെടുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെക് ബ്രോ റിവ്യൂസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഹാർലി ഡേവിഡ്സൺ X440 വിശേഷങ്ങളാണ്. ഈ ഒരു വണ്ടിയുടെ എങ്ങനെയുണ്ട് ഡ്രൈവബിലിറ്റി, ഇതിന്റെ പ്രൈസ്, ഇതിന്റെ ഡ്രൈവിംഗ്, ഇതിന്റെ ഫീച്ചേഴ്സ്, അത് മാത്രമല്ല മാവറിക് 440യും ഈ ഒരു വണ്ടിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം. സോ ഹാർലി ഡേവിഡ്സൺ X440 ഒരു റിവ്യൂ എടുക്കുന്നതിന്റെ മുമ്പായിട്ട് തന്നെ നമ്മൾ ഹീറോ മാവറിക് 440 റിവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽ ആയിട്ടുള്ള അതിന്റെ ഫീച്ചേഴ്സ്, ഇതുമായിട്ടുള്ള ഡിഫറൻസ് എല്ലാം അടങ്ങുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും മേളിൽ ഐ ബട്ടണിലും കൊടുത്തിരിക്കാം, നിങ്ങൾ കയറി നോക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സോ നമുക്ക് ഹാർലി ഡേവിഡ്സൺ X440 മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് കാണുന്നതിന് വേണ്ടിയിട്ട്. മാവറിക്കുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പൊടിക്ക് ഭംഗി കൂടുതൽ ഹാർലി ഡേവിഡ്സന്റെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇതിന്റെ ഡയമണ്ട് കട്ട് അലോയ് വീൽസും ഈ ഒരു കളർ കോൺട്രാസ്റ്റും കാര്യങ്ങളും ഒക്കെ ചേരുമ്പോഴത്തേക്ക് alive, can't put me in a box. I redefine any definition you got. I am the tiger, I'm making steps to the top. The flames, I whip it up, you just gotta hand me the rock. Take a seat, you cannot stand it. All I know, the flow harder than a Scotch bonnet. Don't try study me. ഇതിന്റെ ടോപ്പിന്റെ വേരിയന്റ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തന്നെ മാറ്റ് ബ്ലാക്ക് ആണ് കളർ കോമ്പിനേഷൻ വരുന്നത്. ഈ ഒരു വണ്ടിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിലാക്സ് പൊസിഷൻ തന്നെയാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ സീറ്റ് കുറച്ച് ബാക്കിലോട്ട് നീങ്ങിയിട്ട് നല്ല വൈറ്റ് ഹാൻഡിൽ ബാറും, അതുപോലെ തന്നെ ഫുട്ട് റെസ്റ്റ് വരുന്നത് സെന്റർ പോർഷനിലാണ്. സോ അതിൻ്റെ കൺട്രോൾസ് എല്ലാം തന്നെ ഒരു റിലാക്സ് പൊസിഷനിൽ ഇരിക്കുന്നത് പോലെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹൈവേക്കാളും ഒരു പൊടിക്ക് കൂടുതൽ സിറ്റി റൈഡിനാണ് ഈ വണ്ടി കുറച്ചും കൂടെ ചേരുന്നത്. സോ ഇനിയിപ്പോൾ നമുക്ക് വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സൈഡിൽ നമുക്ക് ഫ്രെയിം എടുത്ത് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഇതിൻ്റെ റെഡ് കളർ, യെല്ലോ കളർ വേരിയൻ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഈ ഒരു ഫ്രെയിം നല്ല ഹൈലൈറ്റിൽ നമുക്ക് കാണാൻ പറ്റും. മാവറിക്കിൻ്റെ വീഡിയോയിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഫ്രെയിം ഇതുപോലെ തന്നെ വെളിയിൽ കാണുന്നുണ്ടാവും. ഈ ഒരു ടാങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13.5 ലിറ്ററാണ് ടാങ്കിൻ്റെ കപ്പാസിറ്റി. കുറച്ച് ഒതുങ്ങിയ ഡിസൈനാണ് വണ്ടിയിൽ വരുന്നത്. മുകളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമ്മൾ റൈഡിങ് പൊസിഷനിലിരുന്ന് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു രീതിയിലാണ് കാണാൻ പറ്റുന്നത്. നല്ല നീളമുണ്ട്, ഒതുക്കമുണ്ട്, കുറച്ച് കട്ടും ക്രീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ ഫ്യൂവൽ ലിഡും വരുന്നുണ്ട്. ഇനിയിപ്പോൾ ബാക്കിലെ സീറ്റിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല വീതിയും നീളവും ഒരുപോലെയുള്ള ഒരു സീറ്റാണ് വരുന്നത്. ഒരു എന്താണ് പറയുന്നത്, നൈസായിട്ടുള്ള സീറ്റ്. ഒരുപാട് കുഷ്യൻ എഫക്റ്റ് ഒന്നും നമുക്ക് പറയാനില്ല, എന്നാലും അത്യാവശ്യം സോഫ്റ്റായിട്ട് തന്നെ പോകാം. പിന്നെ ഇവിടെ ചേർന്ന് പോകുന്നത് പോലെ തന്നെ ഇതിൻ്റെ ഒരു ഡിസൈൻ എലമെന്റ് ഇങ്ങോട്ട് വരുന്നുണ്ട്. നല്ല വലിപ്പമുള്ള കൗള് തന്നെയാണ്. ഇവിടെ ടാങ്കിന്റെ ഒരു 1/4 ഭാഗം മുതൽ ഇങ്ങോട്ടാണ് വരുന്നത്. ഇവിടെ ഒരു ഡിസൈൻ എലമെന്റ്സും കൊടുത്തിട്ടുണ്ട്. ഇത് ഓരോ വേരിയന്റ് മാറുന്നതിനനുസരിച്ച് ഈ ഒരു ഡിസൈൻ എലമെന്റും കളർ കോമ്പിനേഷനും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. ഇവിടെ 3D ബാഡ്ജിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഫുൾ ഓപ്ഷനിൽ മാത്രം വരുന്നതാണ് ഈ ഒരു 3D ബാഡ്ജിങ്. ഡെനിം, വിവിഡ്, എസ്, ഇങ്ങനെ 3 വേരിയന്റ് ആണ് ഈ വണ്ടിക്ക് വരുന്നത്. ഇതിൽ എസ് വേരിയന്റ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡെനിം വേരിയന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബേസ് വേരിയന്റ് ആണ്. അതിനകത്ത് ഫ്രണ്ടിലും ബാക്കിലും സ്പോക്ക് വീലുകളാണ് വരുന്നത്. അത് മാത്രമല്ല സിംഗിൾ ടൂൺ കളർ ആയിരിക്കും അതിനകത്ത് വരുന്നത്. അതിന്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന വിവിഡ് എന്ന് പറയുന്ന ഓപ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് അലോയ് വീലും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്യുവൽ കളറുകളും വരുന്നുണ്ട്. ഇനി ഏറ്റവും ടോപ്പ് വേരിയന്റ്, അതായത് ഈ എസ് വേരിയന്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഡയമണ്ട് കട്ട് അലോയ് വീലാണ് വരുന്നത്. അതുപോലെ തന്നെ 3D ബാഡ്ജിങ് വരുന്നുണ്ട്. പ്ലസ് നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളും ഒക്കെ വരുന്നുമുണ്ട്. ഫുൾ LED ഹെഡ് ലാമ്പാണ് വരുന്നത്. LED ലാമ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആകുകയും ഓഫ് ആകുകയും ഒക്കെ ചെയ്തോളും. ഇതിനകത്ത് ഡ്യുവൽ പ്രൊജക്ഷൻ സിസ്റ്റം ആണ് വരുന്നത്. ഡിമ്മിനും ബ്രൈറ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ് വരുന്നത്. ഈ ഡിമ്മിന്റെ പോർഷൻ എന്ന് പറയുന്നത് 3 ഐസ് ക്യൂബ്സ് ഇരിക്കുന്നത് പോലെയാണ് വരുന്നത്. ബ്രൈറ്റിന്റെ പോർഷൻ എന്ന് പറയുമ്പോൾ സിംഗിൾ ആയിട്ടാണ് വരുന്നത്. ഇതിനകത്ത് ഹാർലിയുടെ സിഗ്നേച്ചർ LED DRLും വരുന്നുണ്ട്. ഹാർലി ഡേവിഡ്സന്റെ ഒരു ലോഗോ പോലെ തന്നെയാണ് ഈ ഒരു DRLിനകത്ത് വന്നിരിക്കുന്നത്. ഇനി ഇൻഡിക്കേറ്ററിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും LED ഇൻഡിക്കേറ്റേഴ്സ് ആണ് വന്നിരിക്കുന്നത്. നടുക്ക് ഹാർലി ഡേവിഡ്സന്റെ ലോഗോ വരുന്ന LED ഇൻഡിക്കേറ്റേഴ്സ് ആണ്
മുന്നിലും പുറകിലും വരുന്നത്. ഇനിയിപ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ടയർ സൈസാണ്. 100/90/18 ആണ് ഇതിൻ്റെ ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ ബാക്കിൽ വരുമ്പോഴത്തേക്ക് 140/70/17 ഇഞ്ചാണ്. ഫ്രണ്ടിൽ 18ഉം ബാക്കിൽ 17 ഇഞ്ചും. ടയറിന് നല്ല വീതിയുണ്ട്. അത് ബാക്കിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരി, ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരി, ആ വണ്ടിയുടെ ഒരു സൈസ് അതുപോലെ നമുക്ക് കിട്ടുന്നത് പോലെ നല്ല ഹെവി ആയിട്ടുള്ള ടയറാണ് വരുന്നത്. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മഡ് ഗാർഡും വരുന്നുണ്ട്. ഇതൊക്കെ മെറ്റലാണ്. അതുപോലെ തന്നെ ഒരു മെറ്റൽ ക്ലാമ്പ് പോലെയുള്ളൊരു സംഭവത്തിലാണ്, അലോയ് പോലത്തെ ഒരു മെറ്റീരിയലാണ് ഇതിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്സൈഡ് ഡൗൺ ഫോർക്കാണ്. ഈ ഒരു ഫോർക്ക് എന്ന് പറയുന്നത് 43 mm ആണ്. ഹീറോ മാവറിക്കിൽ വരുമ്പോഴത്തേക്ക് ഇതുമായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നോർമൽ ഫോർക്കാണ് മാവറിക്കിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ അപ്സൈഡ് ഡൗൺ ഫോർക്കും വരുന്നുണ്ട്. 320 mm ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ. ബാക്കിൽ 240 mm ഡ്യുവൽ ചാനൽ ABS വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വീൽ ബേസ് എന്ന് പറയുന്നത് 1418 mm ആണ്. ഇനി എഞ്ചിൻ്റെ വിശേഷങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാവറിക്കിലും അതുപോലെ തന്നെ 440Xലും വരുന്നത് ഒരേ എഞ്ചിൻ തന്നെയാണ്. 440cc എയർ ഓയിൽ കൂൾഡ് എഞ്ചിനാണ് വരുന്നത്. ഈ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഓയിൽ കൂളിംഗ് സിസ്റ്റവും അതിൻ്റെ ഫിൻസും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും. മാവറിക് 440യുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ സ്പെസിഫിക്കേഷനൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ് എന്നുണ്ടെങ്കിലും ഈ ഒരു വണ്ടിക്ക് 2 Nm ടോർക്ക് കൂടുതലാണ്. അതായത് 38 Nm ആണ് ഹാർലി ഡേവിസൺ വണ്ടിയിൽ X440 വരുന്നതെങ്കിൽ മാവറിക് 440 വരുമ്പോഴത്തേക്ക് 36 Nm മാത്രമേ വരുന്നുള്ളൂ. സിംഗിൾ സൈലൻസറാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. ഹെവി ആയിട്ടുള്ള നല്ല വലിപ്പമുള്ള സൈലൻസർ തന്നെയാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ സിഗ്നേച്ചർ സൗണ്ട് അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഹാർലി ഡേവിസന്റെ സൗണ്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. ആ ഒരു സൗണ്ടും ആ ഒരു ലെഗസിയും ഒക്കെ നിലനിർത്തുന്ന ബൈക്ക് തന്നെയാണ് ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഏതായാലും ഈ വണ്ടിയുടെ എക്സോസ് നോട്ട് എങ്ങനെയാണ് എന്നുള്ളത് കേട്ടു നോക്കാം. ഇനി ഇതിൻ്റെ എഞ്ചിൻ്റെ പ്രത്യേകതകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 സ്പീഡ് ട്രാൻസ്മിഷനാണ് ഈ വണ്ടിയിൽ വരുന്നത്. അതുപോലെ തന്നെ 38 Nm ടോർക്കും 27 bhp പവറും പറയുന്നുണ്ട്. ഈ വണ്ടിയുടെ മൈലേജ് കമ്പനി അവകാശപ്പെടുന്നത് 35 km/L ആണ്. നമുക്ക് ബാക്കിലത്തെ ഷോക്ക് അബ്സോർബർ എങ്ങനെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് ഫിൽഡ് ട്വിൻ ഷോക്ക് അബ്സോർബർ ആണ് വരുന്നത്. 7 സ്റ്റെപ്പായിട്ട് ഇതിൻ്റെ പ്രീലോഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്പേസ് ഇവിടെ വരുന്നുണ്ട്. ശരിക്കും ഒരു മോണോഷോക്ക് സസ്പെൻഷൻ കൊടുക്കാൻ പറ്റുന്ന അത്രയും തന്നെ സ്പേസ് സ്വിംഗ് ആമിൻ്റെ ഭാഗത്ത് വരുന്നുമുണ്ട്. ബാക്കിൽ ഈ ഒരു സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഏരിയ ഇവിടെ വരുന്നുണ്ട്. ആ വണ്ടിയുടെ സൈസ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടുത്തെ മഡ് ഗാർഡ് മറ്റു വണ്ടികളുമായിട്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മഡ് ഗാർഡിൻ്റെ ഒരു റിയർ പോർഷനാണ് ഇവിടെ വരുന്നത്. ഇവിടെ താഴേക്ക് വരുമ്പോഴത്തേക്ക് നല്ല ഹാർഡായിട്ടുള്ള മെറ്റീരിയലിൽ തന്നെ ടെയിൽ പോർഷൻ കൊടുത്തിട്ടുണ്ട്. എടുത്ത് നിൽക്കുന്ന ടെയിൽ ലാമ്പാണ് ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്നത്. LED ടെയിൽ ലാമ്പ് തന്നെയാണ്. ബാക്കിൽ ഒരു നല്ലൊരു DRL കൊടുത്തിട്ടുണ്ട്. കണ്ടിന്യൂസ് റൗണ്ട് ആയിട്ട് നിൽക്കുന്ന ഒരു DRL. ബ്രേക്ക് ലൈറ്റും LED തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയാണ് ഈ ഒരു LED ബ്രേക്ക് ലൈറ്റ് കാണാനായിട്ട്. ഇവിടെ എടുത്ത് നിൽക്കുന്ന ബാക്കിലേക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടെയിൽ ലാമ്പാണ് ഇതിനകത്ത്. ഇൻഡിക്കേറ്ററും ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെ LED ഇൻഡിക്കേറ്ററാണ്. നടുക്ക് ലോഗോയും വരുന്നുണ്ട്. താഴെ ഇവിടെ നമ്പർ പ്ലേറ്റും പോർഷനും എല്ലാം വന്നിട്ടുമുണ്ട്. ഇവിടെ ഗ്രാബ് റെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു വെറൈറ്റി ഗ്രാബ് റെയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. സിംഗിൾ ഗ്രാബ് റെയിൽ സ്പ്ലിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതും ഇവിടെ വരുന്ന ഈ ഒരു ഫ്രെയിമിനോട് കമ്പൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു ഗ്രാബ് റെയിലാണ് വന്നിരിക്കുന്നത്. ആ ഡിസൈൻ വൈസ് കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് സാരി ഗാർഡും കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഒരുമാതിരിപ്പെട്ട വണ്ടികളിലെല്ലാം മിസ്സിംഗ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് സാരി ഗാർഡ് എന്ന് പറയുന്നത്. ഫുൾ വലിപ്പമുള്ള ഒരു സാരി ഗാർഡ് തന്നെയാണ് ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. ചെയിൻ പോക്കറ്റും ഒക്കെ വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. അതുപോലെ തന്നെ അലോയിൽ കൊടുത്തിരിക്കുന്ന റിയർ ഫുട്ട് റെസ്റ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും ഫ്രെയിമിനോട് തന്നെ ചേർന്നിരിക്കുന്ന ഒരു ക്രാഷ് ഗാർഡും കൊടുത്തിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് വണ്ടി കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഹാൻഡിൽ ബാറിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാറാണ് കൊടുത്തിരിക്കുന്നത്. സ്വിച്ചസിനൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഹസാർഡ് വാർണിംഗ് സ്വിച്ചും ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ഇനി വണ്ടിയുടെ അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ്. 3.5 ഇഞ്ചിൻ്റെ TFT ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഈ വണ്ടിയിൽ വന്നിരിക്കുന്നത്. നല്ല ക്ലാരിറ്റിയുള്ള നല്ലൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ് വന്നിരിക്കുന്നത്. മാവറിക് 440 വന്നിട്ടില്ലാത്തതും ഇത് തന്നെയാണ്. മാവറിക് 440 റെക്ടാങ്കിൾ ഷേപ്പിലുള്ള സാധാരണ ഒരു നെഗറ്റീവ് ഡിസ്പ്ലേ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഫുൾ കളറുള്ള TFT ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് RPM കാണിക്കുന്നുണ്ട്, സ്പീഡോമീറ്റർ കാണിക്കുന്നുണ്ട്, ഫ്യൂവൽ ഗേജ് കാണിക്കുന്നുണ്ട്, ഗിയർ പൊസിഷൻ, വണ്ടിയുടെ സ്പീഡ്, ടൈം, അതുപോലെ തന്നെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ, എൻജിൻ വാർണിംഗ്സ് ലൈറ്റ്, അതുപോലെ തന്നെ ABSൻ്റെ ലൈറ്റ്, ഇതെല്ലാം വരുന്നുണ്ട്. മാത്രമല്ല ടോപ്പ് വേരിയൻറ്റ് വരുമ്പോഴത്തേക്ക് അതിനകത്ത് സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റിയും വരുന്നുണ്ട്. സോ നമ്മുടെ സ്മാർട്ട് ഫോണിനകത്തുള്ള 10/10 നാവിഗേഷൻ അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് കോള് അക്സെപ്റ്റ് ചെയ്യാനും റിജക്റ്റ് ചെയ്യാനും മെസ്സേജ് വായിക്കാനും മ്യൂസിക് കൺട്രോൾ ചെയ്യാനുള്ള എല്ലാ പ്രൊവിഷൻസും ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ വരുന്നുണ്ട്. ഒരു ക്രോം ഫിനിഷ് ഇതിൻ്റെ ചുറ്റും വരുന്നുമുണ്ട്. ഇനിയിപ്പോൾ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് സ്വിച്ചസ് കാണാൻ പറ്റും. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വിച്ചസ് ആണ്. ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് സ്പീഡ്, ആവറേജ് ഫ്യൂവല്, ട്രിപ്പ്, ടൈം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ കുറേ ഓപ്ഷൻസ് നമുക്ക് മാറ്റി മാറ്റി ഇതിനകത്ത് എടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും കാണുന്നുണ്ട്. ഫുൾ ഡിസ്പ്ലേയിലും ചെറുതായിട്ടും എല്ലാം നമുക്ക് ഡിസ്പ്ലേ കൺട്രോൾ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ പാസ് സ്വിച്ചിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് പാസ് സ്വിച്ച് വരുന്നത്. ബ്രൈറ്റ് അടിക്കാനായിട്ട് ജസ്റ്റ് ഇതങ്ങ് മുന്നോട്ട് തള്ളി കൊടുക്കുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഡിം, അങ്ങനെയാണ് വരുന്നത്. പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, പാസും വരുന്നുണ്ട്. ആ രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇൻഡിക്കേറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്വിച്ചസിന് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും എടുക്കാം. ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യാനായിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഫോൺ വരുന്നുണ്ട്. ഇവിടെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് താഴേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാകുകയും ചെയ്യും. ഒരു SOS ബട്ടണും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മൊബൈലൊക്കെ ചാർജ് ചെയ്യാനായിട്ട് USB 3.0യുടെ ഒരു 2 ആംപിയർ ചാർജിങ് സ്ലോട്ടും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെയാണ് നമ്മുടെ ഫോണൊക്കെ വെക്കുന്നതെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റും. മാവറിക് 440 നമ്മൾ കണ്ടതുപോലെ തന്നെ കേബിൾസൊക്കെ വണ്ടിയുടെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് പോലത്തെ ഒരു ഡിസൈനാണ്. ഒരു വെറൈറ്റി ഡിസൈൻ നിൽക്കുന്നു. അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ള ബ്രേക്കും അതുപോലെ തന്നെ ക്ലച്ചുമാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. ഓടിക്കുന്ന സമയത്ത് നല്ല സുഖമായിരുന്നു ക്ലച്ച് പിടിച്ചുകൊണ്ട് പോകാനായിട്ട്. നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗിയർ ആണെങ്കിലും ക്ലിക്ക് ക്ലിക്ക് എന്നും പറഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. സോ അഡീഷണലി ഈ അപ്സൈഡ് ഡൗൺ ഫോർക്ക്, അതുപോലെ തന്നെ TFT ഡിസ്പ്ലേ, ഡയമണ്ട് കട്ട് അലോയ് വീൽസ്, പിന്നെ ഹാർലി ഡേവിഡ്സന്റെ ഒറിജിനൽ ബ്രാൻഡ്, ഇതൊക്കെ സ്വന്തമാക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ കുറച്ച് പ്രീമിയം എമൗണ്ട് കൂടുതൽ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ മാവറിക് 440യേക്കാളും ഹാർലി ഡേവിഡ്സന്റെ ഒറിജിനൽ വണ്ടി നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. ഇനി ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ബേസ് വേരിയൻറ്റ്, അതായത് ഡെനിം വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ 2.39 ലാക്കാണ് എക്സ് ഷോറൂം വരുന്നത്. അതിൻ്റെ തൊട്ട് ടോപ്പിലുള്ള വിവിഡ് മോഡൽ വരുമ്പോഴത്തേക്ക് 2.59 ലാക്കാണ് എക്സ് ഷോറൂം വരുന്നത്. ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റ്, അതായത് S വേരിയൻറ്റ് വരുമ്പോഴത്തേക്ക് 2.79 ലാക്കാണ് എക്സ് ഷോറൂം വരുന്നത്. ഏകദേശം 3 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്കാണ് ഇതിൻ്റെ വില പോകുന്നത്. സോ അത്രയും ഒരു ഏകദേശം ഒരു 40,000 രൂപീസോളം കൂടുതൽ മാവറിക് 440യേക്കാളും കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ബ്രാൻഡ് വാല്യൂ അടക്കമുള്ള മറ്റ് ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഹാർലി ഡേവിഡ്സൺ X440 നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ ഡിസൈൻ ആസ്പെക്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്കിവിടെ നോട്ട് ചെയ്യാനുണ്ട്. അതായത് ഡയമണ്ട് കട്ട് അലോയ് വീലിൻ്റെ ഈ ഒരു ഡിസൈൻ വളരെ ഭംഗിയായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ എഞ്ചിൻ്റെ പാർട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ പിസ്റ്റൻ്റെ ഒക്കെ ടോപ്പ് പോർഷൻ വരുമ്പോൾ ഇവിടെ ഒരു ഷാമ്പയിൻ ഗോൾഡ് കളറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓയിൽ ഫിൽറ്ററിൻ്റെ ഈ ഒരു പോർഷനിലും എഞ്ചിൻ്റെ സെൻറ്റർ ലോഗോ വരുന്ന പോർഷനിലും ഒക്കെ ഈ ഒരു ഷാമ്പയിൻ ഗോൾഡ് കളർ അവിടെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇതിപ്പോൾ മാറ്റ് ബ്ലാക്ക് വേരിയൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ നമുക്കൊരു സ്റ്റിക്കറിങ്ങിൽ ഒരു ഓറഞ്ച് ഷെയ്ഡ് ഇവിടെ വരുന്നുണ്ട്. അതൊക്കെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. സോ അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു സൗണ്ട്, ആ ഒരു തമ്പ് ഹാർലി ഡേവിഡ്സന്റെ വണ്ടിയാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ആ ഒരു തമ്പാണ് നമുക്ക് കിട്ടുന്നത്. വണ്ടി ഓടിച്ചു പോകുമ്പോഴത്തേക്ക് ഗിയർ ഒക്കെ നല്ല ബട്ടർ സ്മൂത്ത് ആണ്. ക്ലച്ച് ആണെങ്കിലും അതുപോലെ നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. ഗിയർ ഓരോ ഗിയർ ഇടുമ്പോഴും ക്ലിക്ക് ക്ലിക്ക് എന്നും പറഞ്ഞ് വരുന്നുണ്ട്. നല്ല ഒരു ഇനീഷ്യൽ ടോർക്ക് വണ്ടിയിൽ കിട്ടുന്നുണ്ട്. ഹാർലി ഡേവിഡ്സന്റെ എല്ലാ വണ്ടികളും കിട്ടുന്നത് പോലെ തന്നെയുള്ള ഇനീഷ്യൽ ടോർക്ക്, ഫേമസ് ആയിട്ടുള്ള ടോർക്ക് ഈ ഒരു വണ്ടിയിൽ കിട്ടുന്നുണ്ട്. അത് ഏത് ഗിയറിലാണെങ്കിലും നല്ലൊരു ടോർക്കിൽ പോകുന്നുണ്ട്. ഞാനിപ്പോൾ ഏകദേശം 4th ഗിയറിലാണ് നല്ല സ്ലോയിൽ പോയത്. എന്നിട്ട് പോലും ഞാൻ കൈ കൊടുത്ത സമയത്ത് വണ്ടി കയറി വരുന്നുണ്ട്. ഫസ്റ്റ് ഗിയർ ഒക്കെ ഇട്ട് എടുക്കുന്ന സമയത്ത് വളരെ സ്ലോ ആയിട്ടാണ് ഞാൻ എടുത്തത്. എന്നിട്ട് പോലും നല്ലൊരു എന്താണ് പറയുന്നത്, ആ ഒരു പിക്കപ്പ് വണ്ടിക്ക് നല്ലോണം കിട്ടുന്നുണ്ട്.
നമ്മൾ ലോ RPM-ലാണ് പോകുന്നതെങ്കിൽ പോലും ഹൈ ഗിയറിലാണെങ്കിലും ഞാനിപ്പോൾ 5th ഇടുകയാണെങ്കിൽ പോലും ഇത് കണ്ടില്ലേ ഇപ്പോൾ 35, 36-ലാണ് പോകുന്നത്. ഇപ്പോഴും ആ ഒരു വലിയ പ്രശ്നം എനിക്ക് വരുന്നില്ല. പെട്ടെന്ന് ഞാൻ അവിടുത്തെ കൈ എടുക്കുകയാണെങ്കിൽ തുടക്കത്തിലൊരു മടി ഉണ്ടെങ്കിലും ചാടി കയറി അങ്ങ് പോകും. പക്ഷെ നോർമലി നമ്മളിപ്പോൾ ഒരു 4th-ലൊക്കെ ഇട്ടാണ് കയറുന്നതെങ്കിൽ ഇത് കണ്ടില്ലേ ഇങ്ങനെ കയറി പൊക്കോളും, യാതൊരു കുഴപ്പവുമില്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് കയറി പൊക്കോളും. ഇത് ആക്ച്വലി നമുക്ക് അപ്രൈറ്റ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. ആ ഇരിക്കുന്ന ഒരു പൊസിഷനിൽ ലോങ് ട്രിപ്പ് പോകുന്നതിന് വേണ്ടിയിട്ടും യാതൊരു കുഴപ്പമില്ല, നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. ഗിയർ നമുക്ക് 6 ഗിയർ ഉണ്ട്. 6 ഗിയറും നമുക്ക് ആ സ്പീഡിന്റെ റേഞ്ച് അനുസരിച്ച് മാറി മാറി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഹൈവേ റൈഡിലൊക്കെ 6th ഗിയറിലേക്ക് പോകുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് പോകും. നമുക്ക് അടിക്കടി ഗിയർ മാറ്റേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഈ ഒരു വണ്ടിക്ക് 38 ന്യൂട്ടൺ മീറ്റർ ടോർക്കും അതുപോലെ തന്നെ 27 bhp പവറും ഉണ്ട്. ഏതൊരു ഗിയറിലാണെങ്കിൽ പോലും ആ പവറും ടോർക്കും കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് പോലെയാണ് ഇതിന്റെ ഒരു എൻജിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹാർലി ഡേവിഡ്സന്റെ വണ്ടിയുടെ കാര്യത്തിൽ പവറിന്റെ കാര്യത്തിലും ടോർക്കിന്റെ കാര്യത്തിലും ഒന്നും നമ്മൾ ഒരു കോംപ്രമൈസും ഇല്ലാതെ തന്നെയാണ് വരുന്നത്. അതിൻ്റെ കൂടി ഈ സൗണ്ടും കൂടെ വരുമ്പോഴത്തേക്ക് ഈ ഒരു വിലയ്ക്ക് സ്വന്തമായിട്ടൊരു ഹാർലി ഡേവിഡ്സൺ ആ ഒരു ബ്രാൻഡ് സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കും ആ ഒരു ബ്രാൻഡിന്റെ പവറും ഫിഗറും ഒക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട്, അതായത് ഏറ്റവും കുറഞ്ഞ വിലയിൽ എടുക്കാൻ പറ്റിയ ഒരേ ഒരു വണ്ടിയാണ് നിലവിലിപ്പോൾ ഹാർലി ഡേവിഡ്സന്റെ X440. സോ ഇതിന്റെ ബ്രേക്കിങ്ങിന്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിലും നല്ല ബ്രേക്കിംഗ് എഫിഷ്യൻസി കാര്യങ്ങളുള്ള വണ്ടി തന്നെയാണ്. ഇതിന് ഫ്രണ്ടിലാണെങ്കിൽ 320mm ഡിസ്കും ബാക്കിൽ 240mm ഡിസ്കുമാണ് വരുന്നത്. ഡ്യുവൽ ചാനൽ ABS-ഉം കൊടുക്കുന്നുണ്ട്. സോ ഈ ഒരു വണ്ടി മൊത്തത്തിൽ ഇതിന്റെ ഹാൻഡിലിന്റെ ഒരു പൊസിഷൻ നോക്കുകയാണെങ്കിലും അത്യാവശ്യം വൈഡായിട്ടാണ് ഹാൻഡിൽ ബാർ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോങ് ട്രിപ്പ് ആണെങ്കിലും ഷോർട്ട് ട്രിപ്പ് ആണെങ്കിലും രണ്ടിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നത് പോലത്തെ ഒരു വണ്ടിയാണ് ഈ ഒരു ഹാർലി ഡേവിഡ്സൺ X440. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്തിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും സൈനിങ് ഓഫ്. ഗുഡ് ബൈ.